എല്ലാവർക്കും നമസ്കാരം. മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കജൻ്റെയും ദേവയാനിയുടെയും കഥ കേൾക്കാം. പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ത്രിലോകങ്ങളും സ്വന്തമാക്കണം എന്ന് വിചാരിച്ച് മത്സരം തുടങ്ങി. അപ്പോൾ ദേവന്മാർ ബൃഹസ്പതിയെയും അസുരന്മാർ ശുക്രനെയും അവരുടെ ആചാര്യന്മാരായിട്ട് സ്വീകരിച്ചു. ഈ രണ്ട് ആചാര്യന്മാരും എപ്പോഴും മത്സരബുദ്ധിയാണ് അവർക്ക്. അവരുടെ രാജാക്കന്മാരെ പരമാവധി സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദേവന്മാർ യുദ്ധത്തിൽ കൊല്ലുന്ന അസുരന്മാരെയെല്ലാം ഈ ശുക്രൻ എന്ത് ചെയ്തു? ജീവിപ്പിച്ചുകൊണ്ടിരുന്നു. മന്ത്രശക്തി കൊണ്ട് ജീവിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശുക്രന് സഞ്ജീവനി മന്ത്രം അറിയാം എന്നാണ് പറയുന്നത്. ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ച അസുരന്മാരെല്ലാം വീണ്ടും ജീവിച്ച് യുദ്ധത്തിന് വരിക. അങ്ങനെ ദേവന്മാർ തോറ്റു. ദേവന്മാർക്ക് ആകെ വിഷമായി. അപ്പോൾ ഈ ശുക്രന് അറിയാവുന്ന സഞ്ജീവനി മന്ത്രം ബൃഹസ്പതിക്ക് അറിയില്ല. ബൃഹസ്പതിയാണല്ലോ ദേവന്മാരുടെ ആചാര്യൻ. അദ്ദേഹത്തിന് ഈ സഞ്ജീവനി മന്ത്രം അറിയാത്തത് കൊണ്ട് വലിയ വിഷമായി. അങ്ങനെ ആയപ്പോൾ ദേവന്മാരെന്ത് ചെയ്തു? ഈ ബൃഹസ്പതിയുടെ മൂത്ത പുത്രനാണ് കജൻ. ആ കജൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കജൻ, ഞങ്ങളെ ഈ ദുഃഖത്തിൽ നിന്നൊന്ന് കരകയറ്റണം. മഹാതപസ്യാണ് ശുക്രൻ. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഈ മന്ത്രം എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് വരണം. അങ്ങ് അവിടെ പോയിട്ട് ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ പോയിട്ട് ശുക്രനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പുത്രിയുണ്ട് ദേവയാനി, അവരെയും ഒക്കെ സന്തോഷിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ മന്ത്രം ഒന്ന് അറിഞ്ഞു വരണം എന്ന് പറഞ്ഞു. കജൻ അതൊക്കെ സമ്മതിച്ചു. പോയി ഉടൻ തന്നെ ശുക്രൻ്റെ വാസസ്ഥലത്തെത്തി. അപ്പോൾ എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. ബൃഹസ്പതിയുടെ മകനാണ് എന്നറിഞ്ഞപ്പോൾ ശുക്രനും വലിയ സന്തോഷമായി. സ്വീകരിച്ചിരുത്തി. ഗുരുവിനെയും ഗുരുപുത്രിയായിട്ടുള്ള ഈ ദേവയാനിയെയും ഒക്കെ ഇങ്ങനെ ശുശ്രൂഷിച്ച് സംതൃപ്തിയാക്കി 500 വർഷം അവരുടെ കൂടെ താമസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കജൻ ബൃഹസ്പതിയുടെ മകനാണ് എന്ന് ഇതിനകം ഈ അസുരന്മാരൊക്കെ മനസ്സിലാക്കിയിരുന്നു. ദേവന്മാരുടെ ഗുരുവാണല്ലോ ബൃഹസ്പതി. അപ്പോൾ അസുരന്മാർക്ക് ദേഷ്യമായി ഈ കജനോട്. അപ്പോൾ അവർ തക്കം നോക്കിയിരുന്നു, എങ്ങനെയെങ്കിലും ഇവൻ്റെ പണി കഴിക്കണം, കൊല്ലണം എന്ന് വിചാരിച്ചിട്ട്. ഒരു ദിവസം കജൻ ഈ ബൃഹസ്പതിനെ ബൃഹസ്പതിയുടെ പശുക്കളെ മേച്ചങ്ങനെ കാട്ടിക്കട നടക്കുമ്പോൾ ഈ അസുരന്മാരവനെ പിടിച്ചു കൊന്ന് കഷണങ്ങളാക്കിയിട്ട് ചെന്നായ്ക്കൾക്ക് തിന്നാൻ കൊടുത്തു. അപ്പോൾ കുറേ കഴിഞ്ഞ് വൈകുന്നേരമായപ്പം പശുക്കളൊക്കെ മടങ്ങി വന്നു. കജനെ കാണാനില്ല. ആകെ പരിഭ്രമായി. ദേവയാനിക്ക് ഭയങ്കര പരിഭ്രമായി. എന്നുവെച്ചാൽ ദേവയാനിക്ക് കജനോട് പ്രണയം തുടങ്ങിയിരുന്നു. എപ്പോഴും ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുകയാണല്ലോ കജൻ. അപ്പോൾ ദേവയാനിക്ക് അറിയാതെ തന്നെ കജനോടൊരു ഇഷ്ടം തുടങ്ങിയിരുന്നു. അപ്പോൾ ദേവയാനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായി. ഈ പശുക്കൾ മടങ്ങി വന്നു. അപ്പോൾ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ, പശുക്കളൊക്കെ മടങ്ങി വന്നു, കജനെ കാണാനില്ല. അവനെ ആരെങ്കിലും കൊന്നു കളഞ്ഞതാണോ അതോ വേറെ എന്തെങ്കിലും ആപത്ത് പറ്റിയതാണോ എന്നൊക്കെ പോയി പറഞ്ഞു. അപ്പോൾ മകളെ സമാധാനിപ്പിച്ചു. സഞ്ജീവനി മന്ത്രം ഉരുവിട്ടിട്ട് ശുക്രൻ കജനെ വിളിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പല ചെന്നായ്ക്കളുടെയും വയറ് പൊളിച്ചിട്ട് ശരീരഭാഗങ്ങൾ, ഓരോ ചെന്നായ്ക്കളും തിന്ന ശരീരഭാഗങ്ങൾ പുറത്തേക്ക് വന്ന് അതെല്ലാം കൂടെ യോജിച്ച് കജൻ ജീവനോടെ ശുക്രൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അതാണ് സഞ്ജീവനി മന്ത്രത്തിൻ്റെ ശക്തി. ഇത്രയും വൈകി എന്താണെന്ന് ചോദിച്ചപ്പോൾ ദേവയാനിയോട് കജൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ എന്നെ കൊന്നു എന്നൊക്കെ പറഞ്ഞു.
പിന്നെയും ഒരു ദിവസം ദേവയാനി കജനോട് കുറച്ച് പൂ പറിച്ച് കൊണ്ടുവന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് പൂ പറിക്കാൻ പറഞ്ഞയച്ചു. അപ്പോഴും അസുരന്മാരവനെ പിടികൂടി കൊന്നിട്ട് ശരീരം അരച്ച് കടലിലെ വെള്ളത്തിൽ കലക്കിയത്രേ. വീണ്ടും ദേവയാനി കജനെ കാണാണ്ടായപ്പോൾ ശുക്രനോട് പറഞ്ഞു, കജനെ കാണാനില്ല, ഇനി മുമ്പത്തെ പോലെ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ശുക്രാചാര്യർ വേഗം സഞ്ജീവനി മന്ത്രം ജപിച്ച് ജീവനോടെ വരുത്തി. അതുപോലെ തന്നെ മൂന്നാമതും അസുരന്മാർ കജനെ കൊന്നു. ഈ പ്രാവശ്യം എന്താ ചെയ്തേ? അവനെ ചുട്ടു പൊടിച്ച് മദ്യത്തിൽ ചേർത്തിട്ട് ശുക്രമഹർഷിക്ക് കുടിക്കാൻ കൊടുത്തു അത്രേ. അപ്പോൾ ഇതൊന്നും അറിയാതെ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലേ, അസുരന്മാരല്ലേ, അവരുടെ ആചാര്യനുമാണല്ലോ, അത് കുടിച്ചു. ഒന്നും അറിയാത്ത കുടിക്കാൻ കൊടുത്തപ്പോൾ അത് മേടിച്ചു കുടിച്ചു. ദേവയാനി പിന്നെയും പറഞ്ഞു, അച്ഛാ പൂവിന് പോയ അങ്ങയുടെ ശിഷ്യനുണ്ടല്ലോ, കാണാനില്ല എത്ര നേരമായിട്ടും. ഇത്തവണയും അസുരന്മാർ ആളെ പിടിച്ച് കൊന്നിട്ടുണ്ടാവും. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ലഹള കൂട്ടാൻ തുടങ്ങി. പക്ഷേ ദേവയാനിയുടെ നിർബന്ധം സഹിക്കാതെ ആയപ്പോൾ അവളുടെ ഇഷ്ടത്തിന് വഴങ്ങി മന്ത്രം ജപിച്ചു. കജനെ മുമ്പത്തെ പോലെ മന്ത്രമൊക്കെ ജപിച്ച് കജനെ വിളിച്ചു. അപ്പോൾ ഉടനെ ജീവൻ വെച്ചു കജന്. പക്ഷേ വിളിച്ചു കഴിഞ്ഞപ്പോൾ എവിടുന്നാ മറുപടി പറഞ്ഞത് എവിടുന്നാ? ഉടനെ വയറ്റിൻ്റെ ഉള്ളിലിരുന്നാണ് ഇരിക്കണത് എന്ന് ശുക്രാചാര്യർക്കും കജൻ സ്വന്തം വയറ്റിൻ്റെ ഉള്ളിലാണ് എന്നപ്പോഴാണ് ശുക്രാചാര്യർക്കും മനസ്സിലായത്. കജൻ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ, നീ എങ്ങനെയാ എൻ്റെ വയറ്റിലെത്തിയെന്ന് ചോദിച്ചപ്പോൾ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ കജൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ ശുക്രാചാര്യരോട് പറഞ്ഞു കേൾപ്പിച്ചു. ശുക്രൻ അപ്പോൾ ദേവയാനിയോട് പറഞ്ഞു, ദേവയാനി, ഞാൻ മരിച്ചാൽ മാത്രമേ കജനെ ജീവിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ വയറ്റിൽ കിടക്കണ ഈ കജനെ പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? വയറ് കീറണം അല്ലേ? അപ്പോൾ ഞാൻ മരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വയറ് കീറാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കജൻ പുറത്ത് വരില്ല, ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ ദേവയാനി പറഞ്ഞു, അച്ഛാ, എനിക്ക് തീ പോലെ എന്നെ ഈ ദുഃഖം ഇങ്ങനെ ദഹിപ്പിക്കുകയാണ്. കജൻ്റെ നാശവും അതുപോലെ അച്ഛൻ്റെ നാശവും എനിക്ക് രണ്ടുപേരും വേണം. ഇത് രണ്ടും നഷ്ടപ്പെട്ടാൽ എനിക്ക് സങ്കടമാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം കജൻ നശിച്ചാൽ എൻ്റെ സുഖം നശിച്ചു, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ജീവിച്ചു ഇരിക്കില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ ശുക്രൻ കജനോട് പറഞ്ഞു, കജാ, നീ വിജയിച്ചു. എൻ്റെ മകള് ദേവയാനി നിന്നെ അത്രയ്ക്ക് തീവ്രമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇനി നീ സഞ്ജീവനി വിദ്യ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ സഞ്ജീവനി വിദ്യ കജന് വയറ്റിൽ കിടക്കണ കജനാണ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വയറ്റിൽ കിടന്ന് ഈ കജൻ സഞ്ജീവനി മന്ത്രം പഠിച്ചു. വയറ്റിൽ കിടന്ന് പഠിച്ചു. ഗുരുവിൻ്റെ വയറ് പിളർന്നിട്ട് ശുക്രാചാര്യരുടെ വയറ് പിളർന്ന് കജൻ പുറത്തേക്ക് ചാടി. അപ്പോൾ ആ സമയത്ത് ശുക്രാചാര്യർ മരിച്ചു വീഴുകയും ചെയ്തു. അപ്പോൾ കജൻ എന്ത് ചെയ്തു? കജൻ സഞ്ജീവനി മന്ത്രം ജപിച്ച് ശുക്രാചാര്യർക്ക് ജീവൻ കൊടുത്തു. അങ്ങനെ 1000 വർഷം വീണ്ടും ഈ ശുക്രാചാര്യരുടെ കൂടെ സന്തോഷമായിട്ട് താമസിച്ചു കജൻ. ഈ ശുക്രാചാര്യരുടെയും അതുപോലെ ദേവയാനിയുടെയും കാര്യങ്ങളൊക്കെ നോക്കി ഈ ഗുരുവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് പോകണം, എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു തിരിച്ചു പോകാൻ റെഡിയായി. അപ്പോൾ ദേവയാനി ബഹളം ഉണ്ടാക്കി. അപ്പോഴും ദേവയാനി ബഹളം ഉണ്ടാക്കി. കജനോട് പറഞ്ഞു, ഭവാൻ, എനിക്ക് അങ്ങയോട് അനുരാഗമാണ്, അത് അവിടുന്ന് മനസ്സിലാക്കിയിട്ടില്ലേ, അതുകൊണ്ട് എന്നെ സ്വീകരിക്കണം, വിധിപ്രകാരം ഭവാൻ എന്നെ പാണിഗ്രഹണം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കജൻ പറഞ്ഞു, ദേവയാനി, നീ എൻ്റെ ഗുരുവിൻ്റെ പുത്രിയാണ്, അതുകൊണ്ട് എനിക്ക് നീയും ഗുരുവിനെ പോലെ തന്നെ പൂജ്യയാണ്. അതിന് പുറമെ
ഞാനാണെങ്കിൽ ഈ ഗുരുവിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ ഗുരുവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്നതാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് സഹോദരനാണ്, നീ എൻ്റെ സഹോദരിയല്ലേ, പിന്നെ നമ്മളെങ്ങനെ വിവാഹം കഴിക്കും എന്നൊക്കെ ചോദിച്ചു. ദേവയാനി എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് കജൻ ഇതൊന്നും കൂട്ടാക്കാതെ ദേവലോകത്തേക്ക് പോവാൻ പുറപ്പെട്ടു. അപ്പോൾ ദേവയാനി കജനെ ശപിച്ചു. ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട് ശപിക്കരുതാരും എന്നാണ് ഒരു ചൊല്ലുള്ളത്. കോപം വന്നിട്ടാണ്ട് ശപിച്ചു. കജനോട് പറഞ്ഞു, ധർമ്മകാമത്തിന് അർത്ഥിക്കുന്ന എനിക്ക് സാധാരണയായി ഒരാളോട് തോന്നുന്ന ഒരു പ്രണയമാണ് കജനോട് തോന്നിയത്. അത് നിരസിച്ച നീ എന്നെ കൈവിട്ടു. അപ്പോൾ നിനക്ക് നീ പഠിച്ച വിദ്യ ഫലിക്കാതെ പോട്ടെ. അപ്പോൾ സഞ്ജീവനി വിദ്യ പഠിച്ചത് ഫലിക്കാതെ പോട്ടെ എന്നൊരു ശാപം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ കജൻ ഇവളെയും ശപിച്ചു, ദേവയാനിയെ ശപിച്ചു. നിൻ്റെ ശാപം ധർമ്മം കൊണ്ടല്ല, കാമം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിൻ്റെ കാമം കൊണ്ടുള്ള ആ ശാപം കാമം പോലെ തന്നെ ഫലിക്കില്ല. നിൻ്റെ ശാപം ഋഷിപുത്രന്മാരായിട്ടുള്ള ആരും നിന്നെ വിവാഹം ചെയ്യില്ല. അങ്ങനെ കജൻ തിരിച്ചും ശപിച്ചു. അങ്ങനെ ഒരുപാട് നാളുകൾ ദേവയാനി ഈ വിഷമവും കൊണ്ട് അങ്ങനെ നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് വേറൊരു സംഭവം ഉണ്ടായത്. അത് ഞാൻ അടുത്ത തവണ പറയാം. ഇപ്പോൾ നിർത്തുകയാണ്. അതുകൂടി പറയുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത ആഴ്ച പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.